സർവശക്തനും നിത്യനും ഞങ്ങളുടെ ദൈവത്തെയും പരിപാലകനുമായിരിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, 64-ാം സഭാദിനാഘോഷങ്ങളിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തിയ കൃപകൾക്കായിട്ട് സ്തുതിക്കുന്ന കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ നടത്തിയ വന്യ പുരോഹിതരെ, ഞങ്ങൾക്ക് നേതൃത്വം തന്ന കർത്താവെ, പ്രിയമുള്ളവരെ, സഭയിൽ കർത്താവെ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നവർ, ഇന്നും ആരാധിക്കുന്നവർ എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു കർത്താവെ. ഈ നാളുകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിക്കുവാൻ അവിടുന്ന് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഞങ്ങൾ വചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. ദൈവകൃപ പകരുമാറാകണമേ. സമസ്തവും തൃപ്പാദത്തിൽ വയ്ക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാവർക്കും ഇരിക്കാം. ഏറെ ആദരവും സ്നേഹവുമുള്ള ജോൺ വത്സകുമാർ അച്ഛൻ അവർകൾ, ഈ സഭയുടെ സഭാ സെക്രട്ടറി, പ്രിയമുള്ള സുഹൃത്ത് ശ്രീ ജീസസ് സുനിൽ അവർകൾ, സഭയ്ക്ക് വിവിധ പ്രകാരത്തിൽ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ പ്രിയരെ, ഇന്ന് ഈ ആരാധനയിൽ സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവജനമേ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന്. ആനാഗോട് സഭയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ ഇടയാക്കിയ ദൈവത്തെ ഞാൻ ആദ്യമായി സ്തുതിച്ചുകൊള്ളട്ടെ. പ്രത്യേകിച്ച് വളരെ താല്പര്യത്തോടുകൂടെ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച വന്യാച്ചനോടും സഭാ കമ്മിറ്റിയോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇന്നത്തെ ഈ ആരാധനയുടെ ഭാഗമായി ഞാനിവിടെ കടന്നു വന്നത് മുതൽ ഈ സഭയെ ശ്രദ്ധിക്കുമ്പോൾ ഏറെ സന്തോഷം തോന്നിയ ഒരു വസ്തുത, എല്ലാവരും വളരെ പ്രസരിപ്പുള്ള മുഖത്തോടു കൂടിയാണ് ആയിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വന്തം ആഘോഷം പോലെ ഈ സഭാദിനത്തെ നിങ്ങൾ കാണുന്നു, ഏറ്റെടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് അത് കാണാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വാഗതത്തിന്റെ വാക്കുകൾ ഇവിടെ സൂചിപ്പിച്ചപ്പോഴും റിപ്പോർട്ടുകൾ കേട്ടപ്പോഴും ഒക്കെ ഐക്യത്തിന്റെ സ്വരമുണ്ടാകണം എന്നുള്ളത് പല ആവർത്തി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ആ ഐക്യത്തിന്റെ സ്വരം നിലനിർത്താൻ, ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയട്ടെ. അതാണ് സഭയുടെ ഏറ്റവും വലിയ അടയാളം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. അതുകൊണ്ട് അപ്രകാരം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും എന്ന് ഞാൻ കരുതുന്നു. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ പരിചിതമായ അനേകം മുഖങ്ങൾ ഇവിടെയുണ്ട്. ഒരു കാലഘട്ടത്തിൽ സൺഡേ സ്കൂളിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ, കലാമത്സരങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കുമ്പോൾ ജഡ്ജസായിട്ട് കടന്നു വന്നവരൊക്കെ ഇവിടെ ആലയത്തിലുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇന്നും ആലയത്തിൻ്റെ ഭാഗമായി അവർ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളത്. ഞാൻ ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. 64 വർഷങ്ങൾ ഒട്ടും ചെറിയ കാലയളവല്ല. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് പഴയ ആലയം കണ്ടു, ഈ ആലയം കണ്ടപ്പോൾ ഇവിടുന്ന് നിങ്ങളുടെ സഭാ സെക്രട്ടറിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ 40 വർഷം ആരാധിച്ച ഒരാലയം അപ്പുറത്ത്. അതിനു മുൻപ് 7 വർഷക്കാലം ഇവിടെ ഒരു ആലയം ഉണ്ടായിരുന്നു. പിന്നീട് 18 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ആലയത്തിൽ ആരാധിക്കുന്നു. തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ വളരെ സന്തോഷമുള്ള, അനുഗ്രഹമുള്ള വാക്കുകളാണ്. ഇന്ന് വലിയൊരു ആലയം, അതിനകത്ത് ചാരുബെഞ്ചൊക്കെ ആയിട്ട് വളരെ സ്വസ്ഥമായി നമുക്കിരുന്ന് ആരാധിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഒരു കാലഘട്ടം ഒരുപക്ഷെ നമുക്കിങ്ങനെ ആയിരിക്കില്ല. ഞാൻ എൻ്റെ സഭ വിഴിഞ്ഞം സഭയാണ്. 1950കളിൽ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ സഭയുടെ രൂപീകരണമൊക്കെ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ വിഴിഞ്ഞം സഭ, അവിടുത്തെ സഭയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ആരാധനയ്ക്ക് കടന്നു വരുന്ന കുഞ്ഞുങ്ങളും എല്ലാവരും അന്ന് തറയിലിരുന്ന് ആരാധിക്കുന്ന, അവിടെ മണൽ വിരിച്ചിട്ടുണ്ടായിരുന്നു, കടൽ മണൽ വിരിച്ചിട്ടുണ്ടായിരുന്നു. ആ മണല് കുട്ടികളെടുത്താണ് കളിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അന്നത്തെ ആ പ്രായത്തിൽ ഉണ്ടായിരുന്നവരെന്നും പറയുന്ന ഒരു സന്തോഷത്തോടുകൂടെ പറയുന്ന ഒരു അനുഭവമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. നമ്മളെ ദൈവം എത്രത്തോളം വലുതാക്കി വളർത്തി നമുക്കുള്ള എന്തെല്ലാം സാഹചര്യങ്ങളെന്ന് നമുക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് നിങ്ങൾ വൈകുന്നേരം വീണ്ടും അടുത്ത ഒരു ഉദ്ഘാടനവും അതിൻ്റെ നവീകരണത്തിൻ്റെ, സഭാ ഹാളിൻ്റെ നവീകരണവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തുടർന്നുള്ള സഭാദിനങ്ങളിൽ പറയാൻ ഏറെ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയമുള്ളവർക്കൊക്കെ അനേകം കാര്യങ്ങൾ ഈ നാളുകളിൽ ചെയ്യാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഭയെക്കുറിച്ച് നമുക്ക് പല പ്രകാരത്തിലുള്ള ദർശനങ്ങളാണുള്ളത്. ഈ സഭയുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗത്തുണ്ടായിരുന്നു.
കാട്ടാക്കട, വീരണകാവ് ഈ രണ്ട് സ്ഥലങ്ങളിലുണ്ടായിരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതിനിടയ്ക്ക് ഒരു ആരാധനാലയം ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഒരു ഭവനത്തിൽ തുടങ്ങിയ ആരാധന അത് ഒരു ആലയമായിട്ട് മാറുന്നു എന്നുള്ളത് ചരിത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി. പല സഭകളും ഒരു കാലഘട്ടത്തിലെ തുടക്കം ഇപ്രകാരമാണ്. മിഷനറി വര്യന്മാർ മിഷൻ പ്രവർത്തനങ്ങൾ, ഇന്റേണലായിട്ടുള്ള മിഷൻ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് രൂപം കൊള്ളുന്നതാണ് ഓരോ സഭയും. അങ്ങനെ രൂപം കൊള്ളുന്ന സഭയ്ക്ക് നാളെക്കുറിച്ച് ഒരു ദർശനമുണ്ട്. തീർച്ചയായും ആ ദർശനം നിങ്ങൾക്കുണ്ടായിരുന്നു. 64 വർഷങ്ങൾ ഇവിടെ നിലനിൽക്കാൻ, തുടർന്ന് മുന്നോട്ട് പോകാനൊക്കെ ദൈവം നിങ്ങളെ ഒരുമിച്ച് വളരെ സഹായിക്കുന്നു എന്നതിൽ സംശയമില്ല. ഇത് നാം വായിച്ചു കേട്ട 3 ഭാഗങ്ങളും ഒരുപക്ഷെ നിങ്ങളോട് സംസാരിക്കാനുള്ള ദൂതിന്റെ ചില ഭാഗങ്ങൾ അതുവഴി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെ ചില വാക്യങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ദൂതും നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ അവിടെ വ്യക്തമായിട്ട് 12-ാം വാക്യത്തിൽ പറയുന്നു, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുക. ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ എന്താണ് യഥാർത്ഥ വിശ്വാസമെന്ന് തിരിച്ചറിയപ്പെടാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനുള്ള അവസരം ദൈവം നമുക്ക് നൽകി. നമ്മുടെ ദൈവം വിളിച്ചു വേർതിരിച്ചത് കൊണ്ട് നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓർക്കാം. നമ്മുടെ കഴിവല്ല, നമ്മുടെ ഏതെങ്കിലും ചില പ്രത്യേക ഉണ്ടായിരുന്ന ചില മേന്മകളല്ല, ദൈവത്തിന്റെ കൃപയാൽ നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നു എന്ന് ഓർക്കുക. പഴയ നിയമകാലം മുതൽ പുതിയ നിയമത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്ക് വിളിക്കപ്പെട്ടവരൊക്കെ ദൈവത്തിന്റെ കൃപയാൽ വിളിക്കപ്പെട്ടവരാണ്. ആർക്കും അവരുടെ പ്രത്യേക മേന്മ കൊണ്ട് അവരെ വിളിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാം യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങളുടെ നാട്ടിൽ നിന്നാണ് അബ്രഹാമിനെ വിളിക്കുന്നത്. കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് മോശയെ വിളിക്കുന്നത് എല്ലാം വിട്ടിറങ്ങിട്ട് പോയ മോശയാണ് തിരിച്ചു വിളിച്ചുകൊണ്ടുവരുന്നത്. യേശുവിന്റെ ശിഷ്യന്മാരുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെയും ശിഷ്യന്മാർ ആരും തന്നെ പ്രത്യേക എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരുന്നവരോ പ്രത്യേകമായിട്ട് അവർ യേശുവിനെ അന്വേഷിച്ചു പോയവരോ അല്ല. ദൈവത്തിന്റെ കൃപ അവരിലേക്ക് വരികയും അവർ വിളിക്കപ്പെടുകയും ചെയ്തു. നാം ഓരോരുത്തരും നമ്മുടെ സഭയുടെ ചരിത്രത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. സഭാദിനത്തെക്കുറിച്ച് പലപ്പോഴും എന്തിനാണ് സഭാദിനമെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരുന്ന ഒരു കാര്യമാണ് സഭയുടെ ചരിത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ കാലത്തും അറിയണം. ഒരുപക്ഷെ നിങ്ങളുടെ ഇവിടെ മുൻകാലങ്ങളിലൊക്കെ സുവനീറുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ടാകാം. ആ കാലഘട്ടത്തിലെ ചരിത്രം നമ്മുടെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ ഒരു ദിവസം നമ്മുടെ ചരിത്രം പഠിക്കാനായിട്ടൊക്കെ മാറ്റിവെക്കണം. കാരണം എങ്ങനെയാണ് നമ്മുടെ സഭ രൂപം കൊണ്ടത്, എന്തുകൊണ്ട് നമ്മളിവിടെ ആയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സഭയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കോവിഡ് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് പലപ്പോഴും ഞാൻ ഒരുപക്ഷെ ഇത്രയും അംഗങ്ങൾ ഒരുമിച്ച് കാണുന്നത് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പലപ്പോഴും സഭകളിൽ നിന്ന് അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല ആരാധനകളും ഇന്ന് മനുഷ്യന്റെ വീട്ടിലിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യൂട്യൂബിൽ ആരാധനയുണ്ട്, യൂട്യൂബിൽ പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, എല്ലാം നമുക്ക് വീട്ടിലിരുന്നാൽ തന്നെ കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏത് സഭയുടെയും ഏത് ശുശ്രൂഷകന്റെയും ശുശ്രൂഷ വീട്ടിലിരുന്ന് കിട്ടുക, അതാണിപ്പോൾ പലർക്കും താല്പര്യം. എന്നാൽ നാം ആയിരിക്കുന്ന നമ്മുടെ അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങി വരാൻ, ആ അടിസ്ഥാനങ്ങളുടെ ഭാഗമായിരിക്കാൻ മനഃപൂർവ്വമായി നാം തീരുമാനമെടുക്കണം. ഏതെങ്കിലുമൊക്കെ അടിസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരായിട്ടല്ല. നമ്മുടെ അടിസ്ഥാനം ഇതാണ്. നമ്മുടെ അടിസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ, ഇവിടെ ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായേ മതിയാകുകയുള്ളൂ. നമ്മുടെ പിതാക്കന്മാർ ആരംഭിച്ച ആലയം, നമ്മുടെ പിതാക്കന്മാരുടെ വിയർപ്പും അധ്വാനവും കൊണ്ട് രൂപപ്പെട്ട ആലയം, എത്രയോ പുരോഹിതന്മാരുടെ ഒരുപക്ഷെ നടന്നും സൈക്കിൾ ചവിട്ടിയും പിന്നീട് സൗകര്യങ്ങൾ വന്നപ്പോൾ വാഹനങ്ങൾ ഉപയോഗിച്ചുമൊക്കെ നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് വന്ന് പല വീടുകളിലും സന്ദർശനം നടത്തി അങ്ങനെ ക്ഷണിച്ച് നിങ്ങളെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കാലഘട്ടം. അങ്ങനെ രൂപം കൊണ്ട് ഒരു ആലയത്തിലേക്ക് നമ്മളായിരിക്കുമ്പോൾ അടിസ്ഥാനങ്ങൾ ഒരിക്കലും നാം മറന്നു പോകരുത്. അടിസ്ഥാനങ്ങളിലേക്ക് നിലനിൽക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. നമ്മുടെ വിശ്വാസം എന്താണ്?
CSI സഭയുടെ വിശ്വാസം എന്താണ്? പലപ്പോഴും കുറ്റം പറയാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയാനൊക്കെ വളരെ എളുപ്പമാണ്. കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുകയല്ല, നമ്മുടെ അടിസ്ഥാനങ്ങളിലേക്ക് നിലനിൽക്കാൻ നാം ഓരോരുത്തരും തയ്യാറായി മതിയാകുന്നത്. ഇഷ്ടക്കുറവുകൾ, താല്പര്യക്കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആ കാലഘട്ടങ്ങളിലും ദൈവത്തെ മറന്നുപോകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയെ നോക്കി പറയുന്നു, ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വിശ്വാസമില്ലാത്തവരായിരുന്നു, നിങ്ങൾ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരാണ്. ആ കാലഘട്ടത്തിൽ നിങ്ങളെ വിളിച്ചു വേർതിരിക്കാൻ ദൈവമുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. നമ്മുടെ അടിസ്ഥാനം നാം ഓർക്കുക. CSI സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാനങ്ങളെ നാം ഓരോരുത്തരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൂരസ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുന്നവരാണ്. കഴിഞ്ഞതിന് 2-3 ആഴ്ചകൾക്ക് മുൻപ് എൻ്റെ ആലയത്തിലുള്ള അത്യാവശ്യം പ്രായമുള്ള, ഏകദേശം 65 വയസ്സ് പ്രായമുള്ള ഞങ്ങളുടെ സഭയ്ക്കൊക്കെ കാര്യമായ നേതൃത്വം നൽകുന്ന 2 പേർ, ഭാര്യയും ഭർത്താവുമാണ്. അവർ 2 പേരും പറയുകയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ അടുത്ത കാലത്ത് ഒരു വിവാഹം നടന്നു. ആ വിവാഹം നടക്കുമ്പോൾ ആ വിവാഹത്തെക്കുറിച്ച് അല്പം വിഷമത്തോടെയാണ് അവർ പറഞ്ഞത്. കാരണം ഞങ്ങളെല്ലാവരും CSI സഭയുടെ ഭാഗമാണ്. ഒരു കാലഘട്ടത്തിൽ അവരുടെ സഭയുടെ പേരും പറഞ്ഞു. ആ സഭയുടെ എല്ലാമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും. പക്ഷേ ഇന്ന് ഞങ്ങളുടെ അടുത്ത തലമുറകളിൽ പലരും പലയിടത്തായിട്ട് ചിതറിപ്പോയിരിക്കുകയാണ്. ചിതറിപ്പോകുന്നത് എങ്ങനെയാണ്? അവർ പറഞ്ഞു, പഠിക്കാനായിട്ട് പലയിടത്തും പോയി. അവിടെ പോയപ്പോൾ സ്വതന്ത്ര സഭകളുടെ ആരാധനകളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആകർഷിക്കപ്പെട്ടു. സ്വതന്ത്ര സഭകളുടെ ആരാധനകളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആകർഷിക്കപ്പെട്ടു. അവരവിടേക്ക് കയറി. ചേക്കേറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വിവാഹം ഉൾപ്പെടെ തീരുമാനിക്കുന്നത് അവിടുത്തെ ശുശ്രൂഷകരാണ്. ഒരു പയ്യൻ അവിടെ ആരാധനയ്ക്കായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി മറ്റൊരു സ്ഥലത്ത് നിന്ന് അവിടെ ആരാധനയ്ക്കായിട്ട് വരുന്നു. ശുശ്രൂഷകന് സഭ വളരണമെങ്കിൽ എളുപ്പമുള്ള പരിപാടി എന്താണ്? ഇവരെ 2 പേരെയും ഒരുമിച്ച് അവിടെ നിലനിർത്തണം. അപ്പൊ ഇവരെ 2 പേരെയും കൂടെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി. മാതാപിതാക്കളുടെ തീരുമാനമില്ല, ആലോചനകളില്ല. ഏകദേശം എല്ലാം ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ വീട്ടിലൊക്കെ ഒന്ന് അറിയിച്ച് ഒരു ചടങ്ങ് നടത്തി പോവുകയാണ്. നടത്താൻ ഒരു ആലയം കൂടെ ചിലപ്പോൾ കാണും, ചിലപ്പോൾ അത് അവരുടെ തന്നെ സെന്ററുകളൊക്കെ ഇവിടെ കാണും. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് സഭ മാറുന്നു. എന്തുകൊണ്ട് ഞാനിതിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് അനുമോദനത്തിന് അർഹരാകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഒരുപക്ഷെ പല പ്രകാരത്തിൽ വിജയിച്ചവർ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നവരൊക്കെ ഉണ്ടാകും. അടിസ്ഥാനങ്ങൾ മറന്നു പോകാതിരിക്കാൻ നാം ഓരോരുത്തരും മനസ്സോടെ തയ്യാറെടുക്കുക. ജീവിതത്തിൽ നമ്മുടെ അടിസ്ഥാനങ്ങൾ മറക്കാതിരിക്കുക. ഒരിക്കലും ഞാൻ മറ്റൊരു വിഭാഗത്തിലേക്ക് പോകുന്നതിനോടോ മറ്റ് മതവിഭാഗങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിലോ ഒന്നും ഞാൻ എതിർപ്പ് പറയുന്ന ആളല്ല. അതല്ല ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, പലപ്പോഴും ബോധപൂർവമായി നമ്മളെ മറ്റു പലരും വലിച്ചുകൊണ്ട് പോകുമ്പോൾ അത് നമ്മുടെ അടിസ്ഥാനങ്ങളുടെ നഷ്ടപ്പെടലാണെന്ന് ഓർക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. ഒരുപക്ഷെ നിങ്ങളുടെ സൺഡേ സ്കൂളും വിവേചന സംഘടനയും ഒക്കെ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും പരസ്പരം സംസാരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ നാളുകളിലൊക്കെ. രണ്ടാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, സഭ എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ സഭയ്ക്ക് വലിയ ദൗത്യമുണ്ട്. ഞാൻ ഇന്നിവിടെ കടന്നു വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആലയത്തിലെ ശുശ്രൂഷ അല്പദൂരെ നിന്ന് തന്നെ എനിക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ വന്ന ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ശുശ്രൂഷ അവിടെ യഥാർത്ഥത്തിൽ നന്നായിട്ട് അവിടെ നാട്ടിൽ കേൾക്കുന്ന രീതിക്ക് പുറത്തു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കേട്ടു വരുമ്പോഴത്തേക്ക് തീർച്ചയായും നിങ്ങളുടെ ശുശ്രൂഷകളെ കുറിച്ച് നിങ്ങൾ ദേശത്തോട് പറയുന്നതോടൊപ്പം നിങ്ങൾ ഈ ദേശത്തിന് മധുരം പകരുന്നവരായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും മധുരം പകരുന്നവരായിരിക്കും. നിങ്ങളിലൂടെ ഈ ദേശം അനുഗ്രഹിക്കപ്പെടണം. ഈ സഭയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ നമ്മുടെ മഹായിടവകയിൽ ചില സഭകൾക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്, വളരെ ഉയർന്ന സ്ഥലത്തിരിക്കാനായിട്ട് കഴിയുക. ഒരു സ്ഥലത്ത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തിരിക്കാനായിട്ട് കഴിയുക. അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നിങ്ങളുടെ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും അലിഞ്ഞു ചേരാൻ നിങ്ങൾക്കും കഴിയണം. നമ്മൾ പലപ്പോഴും നമ്മുടെ സഭകളൊക്കെ വ്യത്യസ്തരായ നിലകൊള്ളാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത്. ദേശത്തോട് ചേരാൻ, ദേശത്തിന്റെ ഭാഗമാകാൻ, അവരുടെ ആവശ്യങ്ങളിൽ പങ്കുചേരാൻ ഒക്കെ സഭ തയ്യാറാകുമ്പോഴാണ് സഭ മധുരമുള്ള, കർത്താവ് ആവശ്യപ്പെട്ടത് ഉപ്പിനെ പോലെ സഭയാകണമെന്ന്. ഉപ്പിനെ പോലെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ ഒരു ഗുണവുമില്ല. നമ്മൾ ഈ ദേശത്തിന്റെ ഭാഗമാണ്. ദേശത്തോട് ചേരാൻ, ദേശത്തെ മധുരമുള്ളതാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം.
എല്ലാ ദേശങ്ങളിലും ഉണ്ടാകും ചില തിന്മകളോ പ്രയാസങ്ങളോ ഒക്കെ. ആ തിന്മകളും പ്രയാസങ്ങളെയും അതിജീവിക്കാൻ, ഒരുപക്ഷെ അതിനെല്ലാം അപ്പുറമായി നമ്മൾ വിശ്വാസ സമൂഹം ഇങ്ങനെയാണ് എന്ന് പറയാനായിട്ട് നമ്മുടെ സ്വഭാവത്തിലൂടെ കാണിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. നമ്മളിന്ന് കാണുന്നത് കർത്താവ് അനുഗ്രഹിച്ച വെള്ളത്തെയാണ്. കർത്താവ് വെള്ളത്തെ അനുഗ്രഹിക്കുമ്പോൾ അത് വീഞ്ഞായി മാറുകയാണ്. ആ വീഞ്ഞ് എല്ലാവരിലേക്കും എത്തിച്ചേർന്നപ്പോഴത്തേക്ക് അന്ന് അവിടെ എല്ലാവരും സംതൃപ്തരായി എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് 10-ാം വാക്യത്തിൽ എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുവാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു. ഏറ്റവും നല്ല വീഞ്ഞ് കർത്താവ് അനുഗ്രഹിക്കപ്പെടുത്തേക്കാണ് ഉണ്ടായത്. സഭ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വീഞ്ഞാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വീഞ്ഞാണ്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് അത് അനുഗ്രഹമായിട്ട് മാറുന്നത്. ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിൽ പാർസികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. പാർസികളുടെ പിൻതലമുറക്കാരാണ് നാം അറിയുന്ന ടാറ്റയെ പോലുള്ളവർ. ടാറ്റ വളരെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൊക്കെ വളർത്തിയെടുത്ത ഒരു മനുഷ്യനാണ്. നിങ്ങളൊരു പക്ഷേ ബാംഗ്ലൂരിലേക്ക് പോയി കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സാധാരണ പറയുന്ന ഒരു ഏറ്റവും മഹത്തായ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IISc. നിങ്ങൾ ബാംഗ്ലൂരിൽ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ IIScയിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഡ്രൈവർമാരൊക്കെ സംശയത്തോടെ നിങ്ങൾ നോക്കും. നിങ്ങൾക്ക് അവിടെ പോയി എളുപ്പത്തിൽ പറയാവുന്നത് ഞങ്ങൾക്ക് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് നമ്മളെ കൊണ്ടുപോയി വരാം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ എല്ലാം അദ്ദേഹം സംഭാവന ചെയ്തതായതുകൊണ്ടാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് അത് അറിയപ്പെടുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ ലുക്കുമൊക്കെ നിങ്ങൾക്ക് ചിലരെങ്കിലും ഒക്കെ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം, ഇവരുടെ പിൻതലമുറക്കാർ എങ്ങനെയായിരുന്നു, മുൻ തലമുറക്കാർ എങ്ങനെയായിരുന്നു, ടാറ്റയുടെയൊക്കെ മുൻ തലമുറക്കാർ അവരെങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു, അതിനെക്കുറിച്ച് പറയപ്പെടുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇപ്രകാരമാണ്. ഒരിക്കൽ പാഴ്സികൾ ഇന്ത്യയിലേക്ക് ഒരു നാട്ടുരാജ്യത്തിലേക്ക് വന്നു. പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂർ ഭാഗത്തേക്കൊക്കെ ഒരു നാട്ടുരാജ്യത്തിലേക്കാണ് അവർ ആദ്യമായിട്ട് കടന്നു വരുന്നത്. കടന്നു വരുമ്പോഴത്തേക്ക് അവിടെയുള്ള രാജാവിന് സംസാരിക്കാൻ ഭാഷ അറിയില്ല. ഈ വന്ന ഇവർക്കും ഭാഷ അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് നിവർത്തിയില്ല. ആംഗ്യ ഭാഷയിലൂടെ വന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ഈ വന്നതിൽ പാർസികളിൽ ഏറ്റവും മുതിർന്ന ആൾ, ഏറ്റവും പ്രായമുള്ള ആൾ, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കുറച്ച് സ്ഥലം വേണം. ആ ദേശത്തിൽ വന്നതാണ്, താമസിക്കാൻ സ്ഥലം വേണം. രാജാവിന് തിരിച്ച് ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് ബുദ്ധിമുട്ടായി. സ്ഥലമില്ല എന്ന് പറയാനൊക്കെ പല വിധത്തിൽ ശ്രമിച്ചു. രാജാവ് പതുക്കെ കുറച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്തു. ആ വെള്ളം നിറച്ച് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇതിൽ സ്ഥലമില്ല എന്നുള്ളത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിറച്ചിങ്ങനെ കാണിച്ചു. നിറച്ച് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വൃദ്ധനായ മനുഷ്യൻ ആ ഗ്ലാസും വെള്ളവും തൻ്റെ കയ്യിലേക്ക് വാങ്ങി. വെള്ളത്തോടെ ആ ഗ്ലാസ്സിന് വാങ്ങിയിട്ട് യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്ന കുറച്ച് പഞ്ചസാര, ആ പഞ്ചസാര അദ്ദേഹം ഒരു പൊതിയിൽ നിന്നെടുത്ത് ഈ ഗ്ലാസ്സിലേക്ക് പകർന്നു. ഗ്ലാസ്സിലേക്ക് വെള്ളത്തിലേക്ക് പകർന്നു. എന്നിട്ട് പതുക്കെ ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പഞ്ചസാര മുഴുവൻ അതിലേക്ക് ലയിച്ചു ചേർന്നു. അത് മധുരമുള്ളതായി. എന്നിട്ട് അത് രാജാവിൻ്റെ കയ്യിലേക്ക് മടക്കി കൊടുത്തു. രാജാവിനെ ആശയം മുഴുവൻ മനസ്സിലായി. അവർക്ക് വേണ്ടത് പ്രത്യേകിച്ച് ഒരു സ്ഥലമല്ല, അവർ നമ്മളിൽ അലിഞ്ഞു ചേരാനാണ് ശ്രമിക്കുന്നത്. രാജാവ് ഉടൻ തന്നെ അവരോട് അവിടെ താമസിച്ചോളാനായിട്ട്. അവരാണ് പിന്നീട് ഇന്ത്യക്ക് വളരെയേറെ സംഭാവനകൾ നൽകിയത്. ഒരുപക്ഷെ ഇൻഡസ്ട്രി, വ്യവസായ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ഒക്കെ അനേകം സംഭാവനകൾ നൽകിയ ടാറ്റയുടെ കുടുംബം അതിൽ നിന്ന് രൂപപ്പെട്ടതാണ്. വേറെയും ഒക്കെ കുടുംബങ്ങളായിരുന്നുണ്ട്. ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ രാഷ്ട്രീയമാകും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം സംസാരിക്കുന്നില്ല. ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്, ഇന്ത്യയുടെ ഭാഗമായി ഒരു സമൂഹം തീർന്നത് ഇപ്രകാരം. സഭ മധുരമുള്ളതായി ഈ ദേശത്തെ മധുരമുള്ളതാക്കി മാറ്റണം. നിങ്ങളെ സ്പർശിക്കുന്ന, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളോട് ഇടപെടുന്ന ഓരോരുത്തർക്കും നിങ്ങൾ മധുരമുള്ളവരായിരിക്കണം. നിങ്ങളുടെ നാട്ടുകാരോടാകട്ടെ, സമൂഹത്തോടാകട്ടെ, നിങ്ങളുടെ അയൽക്കാരോടാകട്ടെ, നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങൾ എത്രത്തോളം മധുരമുള്ളതാകുന്നു, അപ്പോഴാണ് ദൈവം നൽകിയ ഉത്തരവാദിത്വം പൂർണ്ണമാക്കാനായിട്ട് കഴിയും. സഭ മധുരമുള്ളതായി മാറണം.
ചുറ്റുപാടിനെ മധുരമുള്ളതാക്കി മാറ്റും. ഇത്ര നല്ല വീഞ്ഞ്, ആ നല്ല വീഞ്ഞാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ഒന്നാമതായിട്ട് ഞാൻ സൂചിപ്പിച്ചത് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തൊരു സമൂഹം, വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു സമൂഹം. രണ്ടാമതായിട്ട് ഞാൻ സൂചിപ്പിച്ചത് മധുരമുള്ളതായി മാറേണ്ടുന്ന ഒരു സമൂഹം. മൂന്നാമതായിട്ട് ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാത്തൊരു സമൂഹം. തിന്മകളോട് ഒന്നിനോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പറയട്ടെ, തിന്മകളോട് കോംപ്രമൈസ് ചെയ്യാതെ. ഇന്ന് ക്രിസ്ത്യാനികളെല്ലാം കോംപ്രമൈസ് ചെയ്യുന്ന ക്രിസ്ത്യാനികൾ. എന്തിനോടും അങ്ങ് അനുരഞ്ജനപ്പെടുകയാണ്. എന്നാൽ അനുരഞ്ജനപ്പെടേണ്ട സ്ഥലങ്ങളിൽ അനുരഞ്ജനപ്പെടുന്നുമില്ല. പലപ്പോഴും തിന്മകളോട് അനുരഞ്ജനപ്പെടുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം ഇന്ന് വായിച്ചു കേട്ട പഴയ നിയമഭാഗത്ത് ഒരു കഥാപാത്രമുണ്ട്, യോസേഫ്. യോസേഫ് തന്റെ ശിഷ്യന്മാരോട്, തന്റെ സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ഇവിടെ അയച്ചതുകൊണ്ട് യാതൊരു വിധത്തിലും വിഷമിക്കണ്ട, ഞാൻ നിങ്ങളെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയാണ്. പൂർണ്ണമായ സന്തോഷത്തോടുകൂടെ സഹോദരന്മാരെ സ്വീകരിക്കുകയാണ്. യോസേഫിന്റെ മുൻകാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കൈപ്പേറിയ അനുഭവങ്ങളാണ് യോസേഫിന്. വെല്ലുവിളികളാണ് ജീവിതം മുഴുവൻ യോസേഫിനുണ്ടായിരുന്നത്. തിന്മകളിലേക്ക് പോകാനുള്ള വെല്ലുവിളികൾ അനേകമായിട്ട് യോസേഫിന് ഉണ്ടായിരുന്നു. ഒരു സഭ എന്നുള്ള നിലയിൽ നാം ഇന്ന് നിൽക്കുമ്പോൾ നമ്മുടെ അംഗങ്ങൾ, നമ്മുടെ ജനങ്ങൾ തിന്മകളുമായി സമരസപ്പെട്ടു പോകുന്നവരാണോ? ലോകം മുഴുവൻ മദ്യപാനത്തിലേക്ക് പോയാലും ആനാകോട് സഭയ്ക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയണം, ഇവിടെ നിന്ന് ഒരാളും അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ ഇന്ന് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മയക്കുമരുന്നുകൾ. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം ഇതിന്റെ എവിടെയാണ് കിട്ടുന്നതെന്ന് ഒരുപക്ഷെ അവർക്കാണ് കൂടുതലായിട്ട് അറിയാം. ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തരാകാൻ നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിന്മകളോട് സമരസപ്പെടാത്ത ഒരു സമൂഹമാണ്. മറ്റൊന്നുണ്ട്, പലപ്പോഴും സഭയെക്കുറിച്ച് പല ദർശനങ്ങളും പുലർത്തുന്നവരുണ്ട്. സഭ എന്ന് പറയുന്നത് ഒരു ക്ലബ്ബ് പോലെ കാണുന്ന ആൾക്കാരുമുണ്ട്. കുറച്ചു പേരൊക്കെ വന്ന് നേതൃത്വം കൊടുക്കുന്നു, കുറച്ചു പേരൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കുറെ പേരെ നമ്മളെ സഹായിക്കുന്നു, അതിന്റെ കുറെ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഏതോ ഒരു ക്ലബിന്റെ പ്രവർത്തനം പോലെ പലപ്പോഴും സഭകൾ മാറിപ്പോകാറുണ്ട്. അതല്ല സഭയെന്ന് ഉറക്കെ പറയാൻ നമ്മുടെ സഭകൾക്ക് കഴിയണം. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ, പൂർണ്ണമായും വിട്ടുനിൽക്കാൻ, തിന്മകളോട് ഒരിക്കലും സമരസപ്പെടാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതായിരിക്കണം നമ്മുടെ ഇവിടുത്തെ ഓരോ അംഗങ്ങളുടെയും പ്രത്യേകത. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ടാകും. ഞാൻ 2002 പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ പേര് സാം ജോഷി എന്നാണ്. സാം ജോഷി 2002 പഠിക്കുമ്പോൾ അതിസമർത്ഥനം യാക്കോബായ സഭയുടെ അംഗമാണ് സാം ജോഷി. സാം ജോഷിയുടെ സഹോദരനാകട്ടെ യാക്കോബായ സഭയിലെ സൺഡേ സ്കൂളിന് ഈ അടുത്ത നാളുകളിലൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം. രണ്ടുപേരും സഭയുമായിട്ട് നല്ല ബന്ധമുണ്ട്. സാമിനേക്കാൾ സഭയുമായിട്ടുള്ള ബന്ധം സാമിന്റെ സഹോദരൻ. അപ്പോൾ സാം പഠനം പൂർത്തിയാക്കി പിന്നീട് എംടെക് എടുത്തു. എംടെക് എടുക്കുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് വന്നാണ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ. പിന്നീട് സാം PhD നേടി. അതിനുശേഷവും ഞങ്ങൾ എന്നോടൊപ്പം അധ്യാപകനായിട്ട് കുറേ കാലം പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചു വരവേ സാം ജോഷി കുടുംബമായിട്ട് അവരെല്ലാവരും ഒരുമിച്ച് തീരുമാനമെടുത്തു ഒരു ബിസിനസ് തുടങ്ങണം. അത് അവരുടെ പണ്ട് തൊട്ടേയുള്ള ആഗ്രഹമാണ്. ബിസിനസ് എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ചേർന്ന് അവർക്കൊരു വസ്തുവുണ്ട്. പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടിയതാണ്. ആ വസ്തു പലരും അവരോട് വിലക്ക് ചോദിച്ചു, പല മുതലാളിമാരൊക്കെ ഒന്ന് ചോദിച്ചു കൊടുക്കുക, അവർ കൊടുത്തില്ല. അങ്ങനെ അവരതിനെ ഇട്ടിരുന്നിട്ട് അവിടെ ഒരു നല്ലൊരു ഹോട്ടൽ പണി. നിങ്ങൾക്കറിയാം, എയർപോർട്ടിനടുത്താകുമ്പോഴത്തേക്ക് താമസിക്കാനൊക്കെ ആയിട്ട് അനേകം പേര് ഹോട്ടലിൽ താമസിക്കാനായിട്ട് കടന്നു വരും. ഒരു ഹോട്ടൽ പണി. അപ്പോൾ ഹോട്ടലിൻ്റെ ഉദ്ഘാടനം അടുത്തപ്പോഴത്തേക്ക് എന്നെ വന്ന് കണ്ടു പറഞ്ഞു, സാറേ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഉദ്ഘാടനം 2 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്, ഉദ്ഘാടനം ഈ ദിവസമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഹോട്ടലിൻ്റെ ഏകദേശം സ്ട്രക്ചറും ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കത് അറിയാമായിരുന്നു, പണി നടക്കുന്നതൊക്കെ അറിയാമായിരുന്നു. ഞാൻ എൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് സാം ജോഷി പറഞ്ഞു,
അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ട്രീബോ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കണക്ഷൻ ഉണ്ട്. അവിടെ വഴി ഞങ്ങൾക്ക് ഗസ്റ്റിനെയൊക്കെ ലഭിക്കും. അങ്ങനെ ക്രമീകരണങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ സാധാരണ സാമിനോട് കുറച്ച് തമാശയൊക്കെ കൂടുതൽ പറയാനുണ്ട്, അല്ലെങ്കിൽ സാം എൻ്റെ വിദ്യാർത്ഥിയാണ്, ആ സ്വാതന്ത്ര്യത്തിൽ ചിലർക്ക് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ ബാർ തുടങ്ങുന്നുണ്ടോ? കാരണം സാധാരണ ഹോട്ടൽ തുടങ്ങിയാൽ എൻ്റെ കൂടെ തുടങ്ങുന്ന സംവിധാനമാണ് ബാർ. അപ്പോൾ സാം ജോഷി വളരെ സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞു, ഇല്ല സാർ, ഞങ്ങൾ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, നാളെ ഒരു സമയത്ത് ഒരു ഹോട്ടൽ മുന്നോട്ട് പോകണമെങ്കിൽ ഏറെ ആവശ്യമുള്ളതായിട്ട് ഇത് വരും. അപ്പോൾ നിങ്ങൾ ഈ സൺഡേ സ്കൂളിലൊക്കെ നേതൃത്വം കൊടുക്കുന്ന നിങ്ങളൊക്കെ ഇത് ചെയ്യുമോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ പറഞ്ഞ അതിന് തന്ന മറുപടിയാണ് എന്നെ വല്ലാതെ സ്വാധീനിച്ചത്. എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ ഹോട്ടലിന് തറക്കല്ലിടുമ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ രണ്ടുപേരെയും അടുത്ത് വിളിച്ചു, കൈക്കടിച്ച് സത്യം ചെയ്തു. ഇത്രയും മാത്രം പറഞ്ഞു, മദ്യപന്മാർ നൽകുന്ന പൈസ കണ്ണീരിൻ്റെ പൈസയാണ്. അവരുടെ മക്കൾക്ക് കിട്ടേണ്ടുന്ന, ഭാര്യയ്ക്ക് കിട്ടേണ്ടുന്ന, അവരുടെ കുടുംബത്തിന് കിട്ടേണ്ടുന്ന സ്നേഹത്തിൻ്റെ പങ്കാണ് ഈ പണമായിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുക. ഒരിക്കലും നമ്മളത് പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ സ്ഥലത്ത് മദ്യം വിൽക്കരുത്. അമ്മ വാങ്ങിയ ഉറപ്പാണ്. വളരെ സന്തോഷകരമായിട്ട് അവർ സത്യം ചെയ്തു. ഉദ്ഘാടന ദിവസം അനേകം പേര് അവിടെ വന്നു. രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതിനൊക്കെ മുതലാളിമാരൊക്കെ പല വിധത്തിൽ, മദ്യ മുതലാളിമാരും ഒക്കെ പലരും ഒക്കെ അവിടെ വന്നു. എല്ലാവരും സാം ജോഷിക്കും കുടുംബത്തിനും ഒരു ഉറപ്പ് കൊടുത്തു, നിങ്ങൾക്ക് എപ്പോൾ ആവശ്യം വന്നാലും ഇവിടെ ബാർ തരാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തു തരാം. സാം ജോഷി എന്നോട് പറഞ്ഞു, എല്ലാവരും ഞങ്ങൾക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം, പക്ഷേ ഞങ്ങൾ ഒരിക്കലും തുടങ്ങില്ല. 2 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും വളരെ അനുഗ്രഹീതമായ രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നു. ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ കോളേജിൽ വരുന്ന ഗസ്റ്റിനെയും ഒക്കെ ഞങ്ങൾ അവിടേക്ക് താമസിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്, ക്രൈസ്തവ വിശ്വാസം ഇതാണ്. പലപ്പോഴും നമ്മൾ പലതിനോടും കോംപ്രമൈസ് ചെയ്യുക. ഞായറാഴ്ച ദിവസമാകുമ്പോഴത്തേക്ക് ആലയത്തിലേക്ക് വരണം, അത് നമ്മുടെ തീരുമാനമാണ്. പക്ഷേ ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് നമ്മൾ പറയും, ഇന്നൊരു ദിവസമാണ് എനിക്ക് ഒഴിവുള്ളത്, ഈ ദിവസം അല്പം ഒന്ന് റെസ്റ്റ് എടുക്കാതെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതുകൊണ്ട് ഇന്ന് വരുന്നില്ല, അടുത്ത ആഴ്ച വരാം. മാറ്റിവെക്കാൻ കഴിയുന്നത് സഭയിലെ ആരാധനയാണ്. ചില പ്രധാന ആഘോഷങ്ങളൊക്കെ നമ്മൾ ഞായറാഴ്ചയിലാണ് വയ്ക്കുക. ആരാധനയ്ക്ക് പലപ്പോഴും നമ്മൾ 2ാം സ്ഥാനത്തേക്ക് നമ്മൾ മാറ്റി നിർത്തുക. വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ആരാധനയേക്കാൾ പലപ്പോഴും മറ്റു പലതിനും പ്രാധാന്യം കൊടുക്കുന്നു. നമ്മൾ അവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യണം. നമുക്കൊക്കെ അവിടെയൊക്കെ നമ്മൾ ന്യായീകരണം കണ്ടെത്തും. നമ്മൾ പറയുന്ന ന്യായീകരണം എന്താണ്? ഇത് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, ഹോട്ടൽ തുടങ്ങുന്ന എല്ലാവരും ചെയ്യുന്നതാണ് ബാർ കൂടെ ആരംഭിക്കുക. 2 ക്രിസ്ത്യാനികൾ ഉറപ്പിച്ച് പറയുകയാണ്, ബാറില്ലാതെയും ഞങ്ങൾ ഹോട്ടൽ നടത്തും, ബാറില്ലാതെയും ഞങ്ങൾ ഹോട്ടൽ നടത്തും. ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്, നമ്മൾ എന്തിനോടൊക്കെ കോംപ്രമൈസ് ചെയ്യും? തിന്മകളോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ, തിന്മകളോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ ക്രിസ്തീയ വിശ്വാസം എന്ന് നമുക്ക് നമ്മളെക്കുറിച്ച് എങ്ങനെ പറയാനായിട്ട് കഴിയും? യോസേഫ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോയി. നിങ്ങൾക്കറിയാം എന്തൊക്കെ പ്രലോഭനങ്ങൾ യോസേഫിന് വന്നിട്ടുണ്ടെന്ന്. ഞാനതൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കില്ല. സൺഡേ സ്കൂൾ മുതൽ നിങ്ങൾക്ക് കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെയാണ്. ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാത്ത യോസേഫ്. ആനാഗോഡ് സഭ 64 വർഷം പിന്നിടുമ്പോൾ, തുടർന്നുള്ള വർഷങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാത്ത, വിശ്വാസത്തിൽ സ്ഫുടം ചെയ്ത ഒരു തലമുറ ഇവിടെ ഉണ്ടാകും. വിശ്വാസത്തിൽ സ്ഫുടം ചെയ്യപ്പെട്ട ഒരു തലമുറ ഇവിടെ ഉണ്ടാകും. അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. ആ ഐഡന്റിറ്റി നിങ്ങളെ ഈ മലമേലിരിക്കുന്ന അനുഭവത്തിൽ ക്രിസ്തുവിന്റെ വരവോളം നിലനിർത്തും. നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടാകാം, ഒരുപാട് എതിർപ്പുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ചിലരെങ്കിലും ആശങ്കപ്പെടുന്നവരൊക്കെയുണ്ട്. ക്രിസ്തുവിന്റെ വരവോളം ശക്തമായി നിൽക്കാൻ, തിന്മകളോട് കോംപ്രമൈസ് ചെയ്യാതെയാണ് നാം നിൽക്കുന്നതെങ്കിൽ, യോസേഫ് വർഷങ്ങൾക്ക് ശേഷം സഹോദരന്മാരെ കണ്ട് അവരോട് ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്നത് പോലെ നമുക്കും കഴിയും. വർഷങ്ങൾ കഴിയുമ്പോൾ വളരെ ശക്തിയോടെ പറയാം, ഒരുപക്ഷെ 100 വർഷം കഴിയുമ്പോൾ ആനാഗോഡ് സഭ അന്ന് നടത്തുന്ന സഭാദിനത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക.
64 വർഷം കഴിയുമ്പോൾ നമുക്ക് ദൈവം ഇത്രയും ഭാഗ്യം തന്നെങ്കിൽ 100 വർഷം കഴിയുമ്പോൾ നമ്മളൊക്കെ എന്തായിരിക്കും? ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എന്തായിരിക്കും? ഇന്ന് ഒരുപക്ഷെ സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. 100 വർഷമൊക്കെ ആഘോഷിക്കുമ്പോൾ അന്ന് അവരൊക്കെ ഇവിടത്തേക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഇതിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാകും. അതാണ് ദൈവത്തിന്റെ ഹിതം. അപ്രകാരമായിരിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കൃപ ചെയ്യുമാറാകട്ടെ. ഓർക്കുക, മുൻപേ ജനമല്ലാതിരുന്ന ഒരു സമൂഹം, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന ഒരു സമൂഹം, അങ്ങനെ ഒരു സമൂഹം വിളിക്കപ്പെട്ടു, വേർതിരിക്കപ്പെട്ടു, ഒന്നിച്ചുകൂടി ഇന്നൊരാലയമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ ദൈവം കൃപ ചെയ്തിരിക്കുന്നു. രണ്ടാമതായിട്ട്, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ദേശത്തിന്റെ ഭാഗമായിട്ടാണ്, വ്യത്യസ്തരായി നിൽക്കാനല്ല. ഈ ദേശത്തിന് മധുരം പകരാനുള്ള വീഞ്ഞാണ് നമ്മൾ ഓരോരുത്തരും. വീഞ്ഞ് നഷ്ടപ്പെട്ടു പോകരുത്, രുചിയില്ലാതെ പോകരുത്. എല്ലാ കാലഘട്ടത്തിലും ഇവിടുത്തെ ജനങ്ങളുടെ ലഹരിയായി, ഇവിടുത്തെ ജനങ്ങളുടെ നല്ല അനുഭവമായി നാം മാറും. അതാണ് ക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒടുവിലായി, തിന്മയോട് സമരസപ്പെടാത്ത ഒരു സമൂഹം, കോംപ്രമൈസ് ചെയ്യാത്ത ഒരു സമൂഹം, അങ്ങനെ ഒരു സമൂഹമായിട്ട് നിൽക്കാൻ നമുക്ക് കഴിയും. അടിസ്ഥാനങ്ങൾ മറന്നു പോകാതെ ഈ വിജയിൽ മുന്നോട്ട് പോകാൻ, ക്രിസ്തുവിന്റെ വരവോളം ഈ സഭയ്ക്ക് അനുഗ്രഹം പകരുന്നവരായി മാറാൻ, അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.
Thank you.